ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം ശ്രീതു പ്രബീൻ. ഓക്കെ, ഈ കാണുന്നത് ഒരു സ്വർഗ്ഗം കേട്ടോ. ഞാൻ വെറുതെ പറയില്ല, ഞങ്ങളുടെ ഒരു സ്വർഗ്ഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾ കസിൻസാണ്. അതായത് ഞങ്ങൾ ചെറുപ്പം മുതലേ കളിച്ച് മാത്രമല്ല, കളിച്ച് തല്ലുകൂടി വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഏകദേശം ഒരു വലുതാവണ വരെയൊക്കെ ഞങ്ങൾ കൂട്ടുകുടുംബത്തിലായിരുന്നു കേട്ടോ. പിന്നെയാണ് എല്ലാവരും സെപ്പറേറ്റ് വീടൊക്കെ വെച്ച് പോയത്. അതുവരെ ഞങ്ങൾ എല്ലാവരും ഒരു വീട്ടിൽ തന്നെയായിരുന്നു. ഒരു ചെറിയ ഓടിട്ട ഒരു തറവാട്ട് വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ എല്ലാവരും ഇപ്പോൾ പല പല വഴിക്കായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. അങ്ങനെ ഞങ്ങളുടെ തറവാട്ടിലത്തെ ലാസ്റ്റത്തെ കല്യാണമാണ് ഇത്. അതായത് ഞങ്ങൾക്ക് 5 പെങ്ങന്മാർക്ക് കൂടിയിട്ടുള്ള ഒരു അനിയൻ, അവൻ്റെ കല്യാണമാണ് ഈ കല്യാണത്തിൻ്റെ ഒരു ആഘോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങൾ കുത്താമ്പുള്ളിയിൽ പോയിട്ട് ഡ്രസ്സ് കുറേ എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഷോ അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, വല്യച്ഛന്മാർ, പാപ്പന്മാർ, മേമ്മമാർ, വല്യമ്മമാർ, അമ്മ, അച്ഛൻ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഈ വീടിൻ്റെ പല പല ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ട. കുട്ടികൾ ഞാൻ ഈ ഫോണും പിടിച്ച് നടക്കണോണ്ട് എൻ്റെ കയ്യിൽ മൈക്ക്, അതുപോലെ എന്താ പറയുക, ഫോൺ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾ ഈ ആമ്പാറ്റകൾ വെളിച്ചത്തേക്ക് വരില്ലേ, അതുപോലെ ഇറന്നെൻ്റെ ചുറ്റും പോണ്ടായിരുന്നില്ല. ഒരാൾക്ക് മൈക്ക് വേണം, ഒരാൾക്ക് ഇത് വേണം, അങ്ങനെ കരച്ചിൽ, ബഹളം, കയ്യടി, എന്താ പറയുക, സന്തോഷം. കുട്ടികളാണല്ലോ, കുട്ടികൾ അങ്ങനെ പറന്ന് നടക്കില്ല. അങ്ങനെ കുട്ടികൾ ഒരു സൈഡിലുണ്ട്. പിന്നെ ഈ ബ്ലൂ ചുരിദാർ ഇട്ട ചേച്ചിയില്ലേ, ചേച്ചി ടീച്ചറാട്ടോ. ചേച്ചിയാണ് കല്യാണത്തിൻ്റെ ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ആള്. എന്താ നടക്കണേന്ന് പോലും അറിയാണ്ടത് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. പിന്നെ ഡിസ്കഷൻ തന്നെ, കല്യാണത്തിൻ്റെ ഡിസ്കഷൻ, വേറെ ഒന്നുമില്ല. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കുറേ പരദൂഷണമൊക്കെ വരും കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല അടിപൊളി പരദൂഷണം പറയും. എത്ര സമയം വേണമെങ്കിലും ഞങ്ങൾ അതിന് വേണ്ടി ഇരുന്നോളും. പിന്നെ ഇതെങ്ങനെ കസിൻസ് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ. എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയുണ്ട്. എന്താ പറയുക, അന്ന് ഞങ്ങൾക്കൊരു ഉത്സവമായിരുന്നു. പിന്നെ ഇത് കണ്ട, കുട്ടികൾ പോണില്ലേ, കുട്ടികൾ അങ്ങനെ നിൽക്കുക. ഇത് ലച്ചുട്ടി, ഞങ്ങളുടെ മൂത്ത ചേച്ചിയുടെ മോളാട്ടോ ലച്ചുട്ടി. പിന്നെ ആ കാണുന്നതാണ് എൻ്റെ അച്ഛൻ സൂം ചെയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ സൂം ചെയ്യണതാട്ടാ. അച്ഛൻ പറയാറുണ്ട്, അച്ഛനെ മാത്രം വെച്ച് ഞാൻ റീൽ എടുക്കാറില്ല അത്. ഇത് പിന്നെ മഹൽസക്കുട്ടി അവിടെ അങ്ങനെയൊക്കെ ആയിട്ട് പിള്ളേരുടെ ഒരു ലോകത്തായിട്ട് അങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പലരും എന്താ പറയാ അതന്നെ, ഉത്സവം തന്നെ, ഭയങ്കര സന്തോഷം. ഇത് തക്കുടു, ശരത് ദേവദാസ് എന്നാണ് പേരെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ വിളിക്കുക തക്കുടു എന്നാണ് കേട്ടാ. അങ്ങനെ പിന്നെ ഇത് ടീച്ചറുടെ ഒരു ഷോയാണ്, ചേച്ചിയുടെ ഒരു ഷോ. പിന്നെ പറയാൻ പറഞ്ഞു, ഇതാണ് കല്യാണച്ചക്കൻ്റെ ഒറിജിനൽ പെങ്ങള്. അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഞങ്ങളൊക്കെ ഒറിജിനലാണ്. ഇത് വേറൊരു മാമന്റെ മോൻ ഭവിഷേട്ടൻ, റാണോ MP എന്നാണ് ഒറിജിനൽ പേര്. ചെറുപ്പത്തിൽ നല്ല ലുക്കായിരുന്നു കേട്ടാ. ഇപ്പോഴും കുഴപ്പമില്ല. ഇത് ഞാൻ ആളെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാട്ടാ. ആളെന്ത് പറഞ്ഞാലും എന്നെ തൂക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ആളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞതാ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കല്യാണച്ചക്കൻ. ഇവനെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കല്യാണച്ചക്കൻ. എന്താ പറയുക, കസിൻസിനൊക്കെ അവന് ഭയങ്കര ഒരു പ്രത്യേക സ്നേഹം എല്ലാവരും. അതായത് ഇപ്പോൾ വല്യമ്മമാരായിക്കോട്ടെ, മേമ്മമാരായിക്കോട്ടെ, പെങ്ങന്മാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരോടും എന്താ പറയുക, ഒരു പ്രത്യേക സ്നേഹമുള്ള കുട്ടിയത്. അഖിൽ കൃഷ്ണ. അതിൻ്റെ വല്ല അഹങ്കാരം ഉണ്ടോ നോക്കി അവൻ്റെ മുഖത്ത്. ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാട്ടാ. ഞാനിവനാണ് ഏകദേശം ഒരേ സെയിം പ്രായം. ഞങ്ങളെപ്പോഴും കണ്ടാലും അടിയാ. ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാണ്. ഇതെൻ്റെ സ്വന്തം അനിയത്തി. ബാക്കിയുള്ളവരൊക്കെ സ്വന്തം അനിയത്തി എന്ന് പറയാനായിട്ട് വരില്ല, ഒക്കെ ചേച്ചികളാണ്. പിന്നെ ഇത് വല്യച്ഛൻ, ഇത് കല്യാണച്ചക്കൻ്റെ അമ്മ. ഇതാണ് കല്യാണച്ചക്കൻ്റെ അമ്മ. എന്നെ വീഡിയോ എടുക്ക്, ഞാനാണ് കല്യാണച്ചക്കൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് പറയണത് കേട്ടോ. എല്ലാവരും പാവങ്ങളാണ്, എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ ഓണത്തിനും വിഷുവിനൊക്കെ ഇതുപോലെ കൂടുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ ഭയങ്കര ബഹളമാണ്. പിറ്റേ ദിവസം നാട്ടുകാരൊക്കെ ചോദിക്കും, നിങ്ങളുടെ അവിടെ എന്തായിരുന്നു ഇത്ര ബഹളം? എവിടെ? ഞങ്ങൾ 1 മണി പുലർച്ചാട്ടാ 2 മണി 3 മണി വരെ ആയാലും ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഉറക്ക പാട്ടൊക്കെ പാടി ഞങ്ങൾക്ക് എല്ലാവരും കൂടി കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊരു ബോധമൊന്നുമില്ല. എന്താ പറയുക, സ്ഥലകാല ബോധം ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇവിടെ സാരിയുടെ ഭംഗി നോക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. എനിക്ക് ആ സെക്ഷനോട് എനിക്കങ്ങനെ ഡ്രസ്സ് അങ്ങനത്തെ ഒരു ക്രേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ആ സെക്ഷനിലോട്ട് അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞാൻ ഫോണും പിടിച്ചിട്ടായിരുന്നു എല്ലാവരും വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ അങ്ങനെയായിരുന്നു. അത് കാരണം ഇതിൽ എൻ്റെ ഫേസ് ഇല്ല. കുഴപ്പമില്ല, പോട്ടെ, വിഷമമൊന്നുമില്ല. വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇതാട്ടോ വല്യച്ഛൻ. ഇത് കല്യാണച്ചക്കൻ്റെ അച്ഛൻ. വല്യച്ഛനാണ്, പക്ഷെ ഞാൻ ഇടയ്ക്ക് സ്നേഹം കൂടുമ്പോൾ ബാലകൃഷ്ണ എന്ന് വിളിക്കുക. ബാലകൃഷ്ണ എന്നാണ് പേര്. ബാലകൃഷ്ണ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരും. ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ കാരണം ഷർട്ട് ഇട്ട് വന്ന് നിൽക്കണം കേട്ടോ ചുള്ളൻ. ഇത്ര നേരം ഷർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇത് ആർക്കാന്നൊന്നും എനിക്കറിയില്ല. കിട്ടിയ കൊള്ളാമെന്നുണ്ട്, തരിക അറിയില്ല. എന്നോട് അവിടെ ഞാനത് എടുത്ത് കൈ പിടിച്ച പറഞ്ഞു, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നോട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഒരു ലോകം. എല്ലാവരും കൂടി കഴിഞ്ഞാൽ എന്താ പറയുക, ഇതന്നെ പറയാനുള്ളൂ. ശരിക്കും എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ബ്ലെസ്സിങ് ആട്ടെ ഞങ്ങളുടെ ഈ തറവാട്. നാട്ടക്കലിലാണ് ഞങ്ങളുടെ തറവാടിൻ്റെ പേര്. പിന്നെന്താ, പിന്നെ ഇതൊക്കെ തന്നെ വിശേഷം.
നവംബറിലാണ് കേട്ടോ കല്യാണം. പക്ഷെ അവൻ 10 ദിവസം ലീവിന് വന്നിട്ട് സാരി അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. പിന്നെ ആ സമയത്ത് ഇനി പഠിച്ചതൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാരി വിശേഷം, കല്യാണ വിശേഷം. പിന്നെ ഞങ്ങളുടെ അടുത്ത കലാപരിപാടി ഞങ്ങളുടെ ഫുഡാണ് കേട്ടോ. ഫുഡ് നല്ല വലിയമ്മമാരും അമ്മമാരും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ, പോർക്ക്, പിന്നെ അതുപോലെ മീൻകറി, മീൻ വറുത്തത്, ചോറ്, അങ്ങനെയൊക്കെ നല്ല വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് ഞങ്ങൾ അങ്ങനെ എല്ലാവരും സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. പിറ്റേ ദിവസം ഇനി ഞങ്ങൾ കല്യാണം